അപ്പോൾ ഇന്ന് പ്രസ് ക്ലബ്ബിൽ നമുക്കൊപ്പം നമ്മുടെ അസോസിയേറ്റ് എഡിറ്റർ VS സനോജ് ആണ് ചേരുന്നത്. സനോജ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ തുടങ്ങിയാലോ ഇന്നത്തെ പത്രവിശേഷങ്ങൾ? തീർച്ചയായിട്ടും തുടങ്ങാം സേതു. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, വാർത്തകൾ, പല സ്വഭാവത്തിലുള്ള വാർത്തകൾ ഓരോ ദിവസവും സംഭവിക്കുന്നു ലോകത്ത്. ഇന്ന് പക്ഷേ ലോകം മുഴുവൻ ഞെട്ടിയ ഒരു വലിയ ദാരുണമായ വാർത്തയുടെ ഒരു നടുക്കത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് എന്ന് പറയേണ്ടി വരും. കാരണം മ്യാൻമറിലെ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ ആ വാർത്തകളുടെ തുടർച്ചയിൽ ഇന്ന് ലോകത്തെ മൊത്തം മാധ്യമങ്ങൾ ഇന്ന് അതിലേക്കായിരിക്കും വരുന്നത്, അതിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് അടുത്ത വരും ദിവസങ്ങളിൽ ആ വാർത്തയായിരിക്കും ലോകത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വാർത്ത എന്ന് നമുക്ക് പറയാം. കാരണം അതിൻ്റെ മരണസംഖ്യ എണ്ണിയാലൊടുങ്ങാത്ത തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ 200-ലധികം പേർ മരിച്ചു എന്ന് വിവരങ്ങൾ വരുന്നു. 700-ലധികം പേരെ കാണാതായി എന്ന് പറയുന്നു. ആ രീതിയിലേക്ക് എന്തായാലും അടുത്ത ഈ 2-3 ദിവസങ്ങൾ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന വാർത്ത ഈ സങ്കടകരമായ വാർത്തയായിരിക്കും തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഇന്ന് പത്രങ്ങളെല്ലാം തന്നെ ദേശീയ പത്രങ്ങൾ, അതായത് ഇംഗ്ലീഷ് പത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ പത്രങ്ങളും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലെ ഒന്നാം പേജിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇത് തന്നെയാണ്, എർത്ത്ക്വേക്ക് തന്നെയാണ്. മലയാള മനോരമയാണെങ്കിലും അതുപോലെ മാതൃഭൂമിയാണെങ്കിലും ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എക്സ്പ്രസും ഉൾപ്പെടെ ഉള്ള എല്ലാ പത്രങ്ങളും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഭൂകമ്പത്തിൽ വിറച്ച് മ്യാൻമാർ തായ്ലൻഡ് എന്നെഴുതിയിരിക്കുന്നു. കാരണം പത്രത്തിൻ്റെ നിലവിലെ കണക്ക് പ്രകാരം, കാരണം പത്രം പ്രിൻ്റ് ചെയ്യുന്നതിന് മുൻപുള്ള അവരുടെ അവൈലബിൾ ഡേറ്റ പ്രകാരം തന്നെ 150 കടന്നു എന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള വിവരം അനുസരിച്ച് 200-ന് മുകളിലാണ്, 250-ന് മുകളിലാണ്. അത് ഇനിയും അതിലേക്ക് വർദ്ധിക്കും. ഈ വാർത്തയാണ് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യൻ എക്സ്പ്രസും അതുപോലെ മാതൃഭൂമിയും മനോരമയും ദേശാഭിമാനിയും അടക്കം എല്ലാ പത്രങ്ങളും നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിൻ്റെ ദാരുണമായ ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതാണ് ഇന്നത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയാവുന്നത്. ഒപ്പം തന്നെ ഹിന്ദു പത്രം ഇന്നത്തെ ഹിന്ദുവിൻ്റെ ഒരു പ്രത്യേകത, അതായത് ഈ വാർത്ത അവരുടെ ഇൻ്റർനാഷണൽ പേജിൽ തന്നെയാണ് അവർ സാധാരണ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ വാർത്തകൾ കൊടുക്കുന്നത്, അതായത് ഒന്നാം പേജ് എന്നുള്ള രീതിയിനേക്കാൾ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദു ഇന്ന് എർത്ത്ക്വേക്കിൻ്റെ വാർത്ത കൊടുത്തിരിക്കുന്നത് അവരുടെ 14-ാം പേജിലാണ്. അതൊരു പവർഫുൾ എർത്ത്ക്വേക്കാണ്. അത് 150 പേരെ കൊന്നുകളഞ്ഞിരിക്കുന്നു എന്ന തരത്തിൽ തന്നെ ഹിന്ദു വാർത്ത നൽകിയിരിക്കുന്നു. ഹിന്ദുവിൻ്റെ 1-ാം പേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത, അത് ഹിന്ദുവിൻ്റെ 1-ാം പേജിലെ വാർത്ത മാത്രമല്ല, ഇന്നത്തെ എല്ലാ പത്രങ്ങളുടെയും 1-ാം പേജിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, ടൈംസ് ഓഫ് ഇന്ത്യ ആണെങ്കിലും ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഫ്രീ സ്പീച്ചുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയിട്ടുള്ള പരാമർശമാണ്. അതായത് ഇമ്രാൻ പ്രതാപ്ഗഡി അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുടെ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലുണ്ടായ കേസുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു വിലയിരുത്തൽ, ഒരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഇത് ഏതാണ്ട് എല്ലാ പത്രങ്ങളും 1-ാം പേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാതൃഭൂമിയാണെങ്കിലും ജനസ്വീകാര്യതയല്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ മാനദണ്ഡം എന്ന്, കവിത പാടുന്നതുകൊണ്ടോ സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ടായതുകൊണ്ടോ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാകുന്ന പറയുന്ന തരത്തിൽ അസ്ഥിരത നമുക്കുണ്ടെന്ന് പറയാനാവില്ല എന്നുള്ള തരത്തിൽ രക്തദാഹികളെ കേൾക്കൂ എന്നർത്ഥം വരുന്ന ഹിന്ദി കവിതാശകലം പശ്ചാത്തലമാക്കി വീഡിയോ പോസ്റ്റ് ചെയ്തതിന് കോൺഗ്രസ് രാജ്യസഭാംഗം ഇമ്രാൻ പ്രതാപ്ഗഡിക്കെതിരെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത ആ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കേസും ഒപ്പം തന്നെ ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾക്കിടയിൽ തന്നെയാണ് നമുക്കറിയാം കുണാൽ കമ്രയുടെ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു ദിവസം കൂടിയാണിത്. അപ്പോൾ ഈ വാർത്തകളെല്ലാം തന്നെ അതും ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസിറ്റ് ആൻസിപ്പേറ്ററി ബെയിലിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നു. ഈ 2 കാര്യങ്ങൾ ഒരേ സമയം 1-ാം പേജുകളിൽ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ ജസ്റ്റിസ് വർമ്മയുടെ കാര്യം. അപ്പോൾ എല്ലാം തന്നെ നിയമവുമായി ബന്ധപ്പെട്ടും ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടും ഉള്ള വാർത്തകളുടെ ഒരു ദിവസം എന്ന് നമുക്ക് ഇന്ന് പറയാം.
മറ്റൊരു രസകരമായ വാർത്ത ഇന്ന് നമുക്കറിയാവുന്നതുപോലെ നമ്മൾ കേരളത്തിൽ വലിയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണല്ലോ എമ്പുരാനുമായി ബന്ധപ്പെട്ട വാർത്ത. അതായത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിൽക്കുന്നു. അതിലെ ഒരു വിഭാഗം വ്യക്തികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എമ്പുരാൻ സിനിമ ബഹിഷ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു BJPയും അല്ലെങ്കിൽ RSSൻ്റെ ചില നേതാക്കളുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്ത് എമ്പുരാൻ ഫേസസ് ഓൺലൈൻ ബാക്ക്ലാഷ് ഫ്രം ദ റൈറ്റ് വിങ് എന്ന് പറയുന്ന ഒരു വാർത്ത. അതായത് RSSൻ്റെ ജെ നന്ദകുമാറിൻ്റെ പ്രസ്താവന വരികയും ധാരാളം അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വലിയ വിവാദവും ഇതൊരു പ്രൊപ്പഗൻഡ സിനിമയാണെന്നുള്ള മറ്റുള്ള വിമർശനം വരികയൊക്കെ ചെയ്യുകയും ഇപ്പോൾ ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ ആ വിഷയത്തിൽ അങ്ങനെ ഇടപെടേണ്ടതില്ല എന്നുള്ള നിലപാടെടുത്തു. പക്ഷേ സെൻസർ ബോർഡ് അംഗമായിരുന്ന RSSൻ്റെ നോമിനേറ്റഡ് സെൻസർ ബോർഡ് അംഗങ്ങളോട് വിശദീകരണം ചോദിക്കാമെന്നൊക്കെയുള്ള തരത്തിലുള്ള വിവാദങ്ങൾ വരുന്നു. അതിൻ്റെ പൈറസി പ്രശ്നം വരുന്നു, അതിൻ്റെ വീഡിയോ ചോർന്നു എന്നുള്ള വാർത്ത വരുന്നു. ഏതായാലും ഹിന്ദു അത് വളരെ കാര്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അത് മലയാള മനോരമയുടെ അതിനകത്തൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ മലയാള മനോരമ 1-ാം പേജിൽ സർക്കാരിന് ആശ്വാസം അല്ലെങ്കിൽ പിണറായി വിജയൻ ഉൾപ്പെടെ CPM ഉൾപ്പെടെ ആശ്വാസം കിട്ടുന്നൊരു വാർത്തയാണല്ലോ. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ തെളിവില്ല, അതുകൊണ്ട് വിജിലൻസ് അന്വേഷണം വേണ്ട എന്നുള്ള കോടതിയുടെ ഒരു നിരീക്ഷണം ഇന്നലെ ഉണ്ടായ ദിവസമാണ്. അത് പക്ഷേ വേണ്ടത്ര ഒരു പ്രാധാന്യത്തിൽ മലയാള മനോരമ കൊടുത്തിട്ടില്ല. എന്തോ അവരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയും കൂടി ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. മാതൃഭൂമി ഏതായാലും അത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഇന്നത്തെ ഒരു രസകരമല്ല അതായത് നമുക്കെല്ലാം പ്രിയപ്പെട്ട മറഡോണയുടെ അവസാന സമയം, മരണത്തിൻ്റെ അവസാന മണിക്കൂറുകളെ കുറിച്ചുള്ളൊരു വാർത്ത ഇന്ന് മാതൃഭൂമി, മലയാള മനോരമയും ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും, അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള ഇന്നലെ വന്നിട്ടുള്ള വാർത്തയാണ് സൈറ്റുകളിലെല്ലാം. അർജൻറ്റീന ഫുട്ബോൾ ഇതിഹാസം മറഡോണ മരിക്കുന്നതിന് 12 മണിക്കൂർ മുമ്പ് മുതൽ കഠിനവേദന അനുഭവിച്ചിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴി കൊടുത്തിരിക്കുന്നു. ഈ വാർത്ത ഇന്ന് ലോകമാധ്യമങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ ഒരു രസകരമായ വാർത്ത ഞാൻ ശ്രദ്ധിച്ചത് മാതൃഭൂമിയിലെ CPMൻ്റെ അതായത് CPM ഇപ്പോൾ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മധുര പാർട്ടി കോൺഗ്രസിലേക്ക് പോവുകയാണ്. അപ്പോൾ CPMൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം നേതാക്കൾ പല തട്ടിൽ എന്നൊരു വാർത്ത മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. പ്രായപരിധി, പോളിറ്റ് ബ്യൂറോയിൽ നിന്നടക്കം നേതാക്കളുടെ കൂട്ടപ്പിരിയിൽ ഒക്കെ കാരണം പുതിയ ജനറൽ സെക്രട്ടറി ആരാവുന്നത് സംബന്ധിച്ച വലിയ ചർച്ചകൾ നടക്കുകയാണ്. അപ്പം ഈ ഇളവുകൾ വേണമോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വലിയ പലതരത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ CPIMൻ്റെ സംഘടനാ തലത്തിൽ നടക്കുന്നു എന്നുള്ള തരത്തിലേക്കുള്ള വാർത്തയുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ IPL തുടങ്ങിയ സമയമാണ്. IPL വാർത്തകൾ എല്ലാ ദിവസവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വാർത്തകൾ വരുന്ന ദിവസമാണ്. നമ്മൾ കളി എല്ലാ ദിവസവും കാണുന്നതാണ്. IPLൻ്റെ ഇന്നലത്തെ കളിയുമായി ബന്ധപ്പെട്ടാണ് ബംഗളൂരുവിന് പടിക്കെട്ട് എന്ന പേരിൽ തലക്കെട്ടിൽ ദേവദത്ത് പടിക്കലും രജത് പട്ടിദാറും ഇന്നലെ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള ചെന്നൈ 50 റൺസിന് തോൽപ്പിച്ച വാർത്തയാണ്. ആ വാർത്ത എല്ലാ മാധ്യമങ്ങളും വളരെ രസകരമായ തലക്കെട്ടുകളോടുകൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ജോഷ് ജോർ എന്ന് പറഞ്ഞ് മലയാള മനോരമ കൊടുത്തിരിക്കുന്നു, പടിക്കെട്ട് എന്ന് പറഞ്ഞ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. അപ്പം ഇത്തരത്തിൽ വളരെ രസകരമായ വാർത്തകളുടെ ദിവസമാണ്, പക്ഷേ സ്പോർട്സിൻ്റെ ദിവസമാണ്. പക്ഷേ എല്ലാ വാർത്തകളെയും അപ്രസക്തമാക്കുന്ന തരത്തിലേക്ക് ഭൂകമ്പത്തിൻ്റെ വാർത്തകളുടെ വേദനാജനകമായ ഒരു ദിവസം വേറെ തരത്തിൽ വരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും സേതു, പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിച്ചുകൊണ്ട് പ്രസ് സ്റ്റോപ്പ് തൽക്കാലം അടുത്ത ദിവസത്തേക്ക് മാറ്റും. ഓക്കെ സനോജ്, അപ്പോൾ നമുക്ക് നാളെ വീണ്ടും പ്രസ് സ്റ്റോപ്പിൽ കണ്ടുമുട്ടാം. ഹാവ് എ നൈസ് ഡേ.